രാജ്യത്ത് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ബി.ജെ.പി. വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നുവെന്ന് CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സ്വരാജ് തൃശൂരിൽ ബി.ജെ.പിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തി. ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും സ്വരാജ് കട്ടപ്പനയിൽ ചൂണ്ടിക്കാട്ടി. തൃശൂരിൽ കോൺഗ്രസ് 1 ലക്ഷം വോട്ട് കൊടുക്കും. മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തിരിച്ച് സഹായിക്കും. ഇതാണ് ധാരണ. വോട്ടെണ്ണി കഴിഞ്ഞപ്പോ 1 ലക്ഷം വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിടത്ത് 86,000 കൊടുത്തു. നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല. ഇടതുപക്ഷത്തിന് ബി.ജെ.പി. 73,000 വോട്ടിന് ജയിച്ചു. കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുണ്ടായതിനു ശേഷം ആദ്യമായി തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്നത്തെ കേരളം കാണുന്നത് ഏറ്റവും അധാർമികമായ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടാണ്. നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചുപിടിക്കാൻ RSSുമായി സന്ധി ചെയ്ത് അവരുമായി അധാർമികമായ വോട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ട കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ പ്രത്യുപകാരമായാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ വോട്ടുകൾ കാണാനില്ല. അവിടെ വർദ്ധിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ്, ജയിക്കുന്നത് അവരാണ്.